ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് പറയുന്ന ആരും നമ്മുടെ കൂടെ ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ ഇവരെപ്പോഴും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്ന എല്ലായിടത്തും ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാറുണ്ട്. വീട്ടിലുണ്ട് കേട്ടോ എനിക്ക് ഇതുപോലൊരു ബെസ്റ്റ് ബഡ്ഡി. ഞാൻ വീട്ടിൽ ചെന്നാൽ പിന്നെ അവൾക്ക് സ്വർഗം കിട്ടിയ പോലെയാ. ഞാൻ ഓരോ ആഴ്ച വീട്ടിൽ പോകുമ്പോഴും അവൾക്ക് പറയാൻ കുറേ കാര്യം ഉണ്ടാവും കേട്ടോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും ഞാൻ കുറേയൊക്കെ കേട്ടിരിക്കും. ഇന്നങ്ങനെ ഭൂമിയുടെ കഥ കേട്ടോണ്ടിരിക്കുമ്പോഴാട്ടോ എനിക്ക് എവിടുന്നോ നല്ലൊരു മുല്ലപ്പൂവിന്റെ സ്മെല്ല് കിട്ടിയത്. ചെന്ന് നോക്കിയപ്പോഴോ ദേ മുറ്റത്ത് നിറയെ മുല്ലപ്പൂ. പണ്ടുണ്ടല്ലോ എനിക്ക് മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്തായിരുന്നു കേട്ടോ. അത് പൂ കെട്ടാനാണെങ്കിലും തലയിൽ ചൂടാനാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ. പണ്ട് എത്ര പൂ കിട്ടിയാലും ഞാൻ ആർക്കും കൊടുക്കൂലായിരുന്നേ. ഇന്നിപ്പോൾ ഇത് തലയിൽ ചൂടാനൊന്നും എനിക്ക് ഇഷ്ടമല്ലേ, പക്ഷെ ഇത് കെട്ടിയിട്ട് ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. അല്ലെങ്കിൽ ഞാൻ കണ്ണിന് മാലയായിട്ടെങ്കിലും ഇട്ട് കൊടുക്കുവേ. അങ്ങനെ വീട്ടിൽ വന്ന ഉടനെ ഡ്രസ്സ് പോലും മാറ്റാണ്ട് ഞാൻ ആദ്യം ഈ പൂവൊക്കെ ഒന്ന് പറിച്ചു. കുറച്ച് ദിവസമായിട്ടേ മനസ്സിന് എന്തോ വല്ലാത്തൊരു സങ്കടം. വീട്ടിൽ ചെന്നിട്ട് പൂവൊക്കെ കണ്ട് പൂമീനൊക്കെ കണ്ടപ്പോഴേക്കും കുറച്ചൊക്കെ ശരിയായി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല കേട്ടോ. പൂവൊക്കെ കെട്ടാൻ തുടങ്ങി. കെട്ടുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എനിക്ക് അത്യാവശ്യം വലിയൊരു മാലേനെ കിട്ടി. ബാക്കി പൂവൊക്കെ ഞാൻ കൊണ്ട് കളഞ്ഞു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.